ഹായ് ഓൾ, വെൽക്കം ടു കോമ്പറ്റേറ്റീവ് ക്രാക്കർ. ഞാൻ നിത്യ മിസ് ആണ്. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത് അബ്സ്ട്രാക്ട് ഓൾജിബ്രയില് നമ്പർ ഓഫ് ഹോമോമോർഫിസംസ് കാണുന്ന ക്വസ്റ്റ്യൻസ് വരാറുണ്ട് അല്ലെ. അപ്പൊ ആ ക്വസ്റ്റ്യൻസ് നമ്മൾ എങ്ങനെയാണ് എളുപ്പത്തിൽ സോൾവ് ചെയ്യുക? പലർക്കും അറിയാം, എന്നാലും ചില ഡൗട്ട്സ് പലർക്കും ഇപ്പോഴും ഉണ്ടാകാം അല്ലെ. അപ്പൊ അങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് നമ്പർ ഓഫ് ഹോമോമോർഫിസംസ് മാത്രമല്ല, നമ്പർ ഓഫ് 1-2 ഹോമോമോർഫിസംസ് ചോദിക്കാറുണ്ട്, നമ്പർ ഓഫ് 1-1 ഹോമോമോർഫിസംസ് ഒക്കെ ചോദിക്കാറുണ്ട്. അപ്പൊ രണ്ട് കാര്യങ്ങൾ ഞാൻ ഇന്ന് പറഞ്ഞു തരും. ബാക്കി നിങ്ങളോട് ഞാൻ ക്വസ്റ്റ്യൻ ചോദിക്കും, നിങ്ങൾക്ക് അത് കമന്റ് ചെയ്യാം. നിങ്ങൾക്ക് എന്തെങ്കിലും ആവശ്യങ്ങൾ ഉണ്ടെങ്കിൽ അതും കമന്റ് ചെയ്യാം. ഓക്കെ, ഈ വീഡിയോ അവസാനം വരെ കാണുക. ഇതിന്റെ അവസാനം നിങ്ങൾക്ക് ഒരു മെഗാ ഓഫർ CC ഒരുക്കിയിട്ടുണ്ട്, അത് ഞാൻ ലാസ്റ്റ് പറയുന്നതായിരിക്കും. ഓക്കെ അല്ലേ? അപ്പൊ നമുക്ക് ടോപ്പിക്കിലേക്ക് കടക്കാം. എന്താണ് ദ നമ്പർ ഓഫ് ഹോമോമോർഫിസംസ് ബിറ്റ്വീൻ ഗ്രൂപ്പ്സ്? ഓക്കെ, അപ്പൊ അതിൽ ഫസ്റ്റ് ക്വസ്റ്റ്യൻ നമുക്ക് സാധാരണയായിട്ട് വരുന്ന ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ് ഞാൻ ഇവിടെ എടുത്തിട്ടുള്ളത്. എന്താണ്? ഹൗ മെനി ഗ്രൂപ്പ് ഹോമോമോർഫിസംസ് ആർ ദർ ഫ്രം Z12 to Z6? ഓപ്ഷൻസ് കൊടുത്തിട്ടുണ്ട്. ഓപ്ഷൻ എ 6, 12, 18, 5 of 6. ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വന്നാൽ നമ്മൾ എന്താ ചെയ്യേണ്ടത്? എളുപ്പത്തിൽ നമുക്ക് 1 മിനിറ്റ് പോലും വേണ്ട ഇത് സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ട്, പെട്ടെന്ന് സോൾവ് ചെയ്യാൻ വേണ്ടി പറ്റും. അതിന് മുമ്പായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കുക, ഹൗ മെനി ഗ്രൂപ്പ് ഹോമോമോർഫിസംസ് ആർ ദർ ഫ്രം Z12 to Z6. ഈ Z12 ആണെങ്കിലും Z6 ആണെങ്കിലും എന്താണെന്ന് നിങ്ങൾക്ക് അറിയാം, സൈക്ലിക് ഗ്രൂപ്പ് ആണെന്ന് അറിയാം അല്ലെ. അപ്പൊ അതെപ്പോഴും ശ്രദ്ധിക്കണം. ഈ ZMഉം ZNഉം വരുന്ന കേസിലാണ് ഞാൻ ഈ പറയുന്ന മെത്തേഡ് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ വേണ്ടി പറ്റുക. ZMൽ നിന്ന് ZNലേക്കാണ് ഈ ഒരു ഹോമോമോർഫിസം ഡിഫൈൻ ചെയ്യുന്നത് എങ്കിൽ, ഈ ഒരു മാപ്പിംഗ് ഉള്ളത് എങ്കിൽ, എത്ര നമ്പർ ഓഫ് ഹോമോമോർഫിസംസ് നിങ്ങൾക്ക് ഡിഫൈൻ ചെയ്യാൻ വേണ്ടി പറ്റും? അതാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. ഒന്നും ചെയ്യണ്ട, നിങ്ങൾ ഇത്ര മാത്രം നോക്കിയാൽ മതി. ഈ എമ്മും എന്നും, അതായത് ഈ രണ്ട് സൈക്ലിക് ഗ്രൂപ്പിന്റെ കാർഡിനാലിറ്റി. ഓക്കെ, ZMന്റെ കാർഡിനാലിറ്റി എന്താണ്? അതായത് ഓർഡർ ഓഫ് ZM എന്താണ്? M ആണ് അല്ലെ. അതുപോലെ ZNന്റെ കാർഡിനാലിറ്റി, അതായത് ഓർഡർ എന്താണ്? N ആണ്. ഈ രണ്ട് വാല്യൂടെ GCD കണ്ടാല്, GCD എന്താണെന്ന് അറിയാലോ. എന്താണ്? ഗ്രേറ്റസ്റ്റ് കോമൺ ഡിവൈസർ. ഈ എമ്മിന്റെയും എന്നിന്റെയും ഗ്രേറ്റസ്റ്റ് കോമൺ ഡിവൈസർ അഥവാ HCF, ഹയസ്റ്റ് കോമൺ ഫാക്ടർ കണ്ടാല് ആ കിട്ടുന്ന വാല്യൂ തന്നെ ആയിരിക്കും എന്ത്? ഇവിടെ ഡിഫൈൻ ചെയ്യാൻ വേണ്ടി പറ്റുന്ന നമ്പർ ഓഫ് ഗ്രൂപ്പ് ഹോമോമോർഫിസത്തിന്റെ എണ്ണം, നമ്പർ ഓഫ് ഗ്രൂപ്പ് ഹോമോമോർഫിസം. അപ്പൊ എളുപ്പല്ലേ? എങ്ങനെ ചെയ്യാം? Z12 to Z6 ആണ് തന്നിട്ടുള്ളത് അല്ലെ. 5 ഡിഫൈൻ ചെയ്യുന്നത് 5 എടുക്കാം നമുക്ക്. 5 എന്നുള്ള ഫംഗ്ഷൻ എവിടുന്ന് എവിടത്തേക്കാ ഡിഫൈൻ ചെയ്തിട്ടുള്ളത്? Z12 നിന്ന് Z6ലേക്കാണ് ഡിഫൈൻ ചെയ്തിട്ടുള്ളത്. അപ്പോ നമുക്ക് അതില് എത്ര നമ്പർ ഓഫ് ഹോമോമോർഫിസംസ് ഡിഫൈൻ ചെയ്തെടുക്കാൻ വേണ്ടി പറ്റും? എന്ത് കണ്ടാൽ മതി? അതിന്റെ ഓർഡറിന്റെ GCD കണ്ടാൽ മതി. അപ്പൊ Z12ന്റെ ഓർഡർ എന്താണ്? 12 ആണ് അല്ലെ. Z6ന്റെ ഓർഡർ എന്താണ്? 6 ആണ്. ഇത് തമ്മിലുള്ള GCD കണ്ടാ പോരെ? മതി. അപ്പൊ GCD ഓഫ് 12,6 ആണ് നമുക്ക് കാണേണ്ടത്. GCD ഓഫ് 12,6 അറിയാലോ. ഇതിന്റെ രണ്ടിന്റെയും ഗ്രേറ്റസ്റ്റ് കോമൺ ഡിവൈസർ എന്താണ്? 6ന്റെ ഡിവൈസേഴ്സ് ഏതൊക്കെയാണ്? 1 ഉണ്ട്, 2 ഉണ്ട്, 3 ഉണ്ട്, 6 ഉണ്ട് അല്ലെ. 12ന്റെ ഡിവൈസേഴ്സ് ഏതൊക്കെയാണ്? 1 ഉണ്ട്, 2 ഉണ്ട്, വേറെ എന്താ ഉള്ളത്? 12, ഇതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള വാല്യൂ നോക്കുക. 6 ഉണ്ട്, വേറെ ഒന്നും കൂടി ഉണ്ടല്ലോ. എന്താണ്? 3ഉം 4 അല്ലെ. 3 into 4 12 ആണ്, 2 into 6 12 ആണ്, 1 into 12 12 ആണ്. അപ്പൊ അതൊക്കെ ഫാക്ടേഴ്സ് ആയിട്ട് നമുക്ക് എഴുതാം അല്ലെ. അപ്പൊ ഇതിലെ കോമൺ ആയിട്ടുള്ള ഡിവൈസേഴ്സ് 1 1, 2 2, 3 3, 6 6 ആണ് അല്ലെ. അതിൽ ഗ്രേറ്റസ്റ്റ് ഏതാണ്? 6 ആണല്ലോ. അപ്പൊ ആ 6 തന്നെയാണ് ഇതിന്റെ ആൻസറും. ഗ്രേറ്റസ്റ്റ് കോമൺ ഡിവൈസർ ഓഫ് 12,6 എന്താ വരിക? 6 ആണ് വരിക. അപ്പൊ ഇതിന്റെ ആൻസർ എന്താണ്? നമ്പർ ഓഫ് ഹോമോമോർഫിസംസ് ഫ്രം Z12 to Z6 ഈസ് ഓപ്ഷൻ എ 6 ആണ് വരിക. ഓക്കെ, അപ്പൊ നമ്പർ ഓഫ് ഹോമോമോർഫിസം ഫ്രം സൈക്ലിക് ഗ്രൂപ്പ് ടു സൈക്ലിക് ഗ്രൂപ്പ് ചോദിച്ചാല് നിങ്ങൾക്ക് ഇത് വെച്ചിട്ട് എഴുതാം. സാധാരണയായിട്ട് ഈ ZM എന്നുള്ള രീതിയിലാണ് ക്വസ്റ്റ്യൻ വരിക. ഓക്കെ അല്ലേ? ഇനി ഇതേപോലെ തന്നെ ഒരു ക്വസ്റ്റ്യൻ ഞാൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പൊ നിങ്ങൾക്ക് ഇനി ഡയറക്റ്റ് ആയിട്ട് ഇതിന്റെ ഉത്തരം കമന്റ് ചെയ്യാൻ വേണ്ടി പറ്റുമല്ലോ. എന്താണ്? ഹൗ മെനി ഗ്രൂപ്പ് ഹോമോമോർഫിസംസ് ആർ ദർ ഫ്രം Z8 to Z12? Z8ൽ നിന്ന് Z12ലേക്ക്
എത്ര ഹോമോമോർഫിസംസ് നമുക്ക് ഡിഫൈൻ ചെയ്യാൻ വേണ്ടി പറ്റും, എത്ര നമ്പർ ഓഫ് ഹോമോമോർഫിസംസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പറ്റും എന്നാണ് ക്വസ്റ്റ്യൻ. എന്ത് കണ്ടാൽ മതി? GCD കണ്ടാൽ മതി അല്ലെ? 8ന്റെയും 12ന്റെയും GCD കണ്ടാൽ മതി. അത് നിങ്ങൾക്ക് കമന്റ് ചെയ്യാനുള്ളതല്ലേ ഉള്ളൂ. അപ്പൊ അതിന്റെ ആൻസർ നിങ്ങൾ കമന്റ് ചെയ്യാം. ഇനി നോക്കുക, ഇതേ ക്വസ്റ്റ്യൻ ഞാൻ ചെറുതായിട്ട് ചേഞ്ച് ചെയ്യാണ്. എന്താണ് ഇനി ഓപ്ഷൻസ്? ഇത് നോക്കണ്ട. ഹൗ മെനി ഗ്രൂപ്പ് ഹോമോമോർഫിസംസ് എന്നുള്ളത് ഹൗ മെനി ഓൺ ടു ഹോമോമോർഫിസംസ് എന്ന് ആക്കുവാണ്. ഓക്കെ, എന്താണ് ഹൗ മെനി ഹോമോമോർഫിസംസ് എന്നുള്ളത് എങ്ങനെയാക്കുന്നു? ഓൺ ടു ഹോമോമോർഫിസം. ഒരു ഫംഗ്ഷൻ ഓൺ ടു ആണെന്ന് പറയുന്നത് എപ്പോഴാണ്? റേഞ്ചും കോഡൊമൈനും ഈക്വൽ ആവുമ്പോഴാണ് അല്ലെ? ഇത് ഡൊമൈൻ ആണ്, ഇത് കോഡൊമൈൻ ആണ്. ഫൈ എന്നുള്ള ഫംഗ്ഷൻ ഈ എക്സ് എന്നുള്ള ഡൊമൈനിൽ നിന്ന് വൈ എന്നുള്ള കോഡൊമൈനിലേക്കാണ് ഡിഫൈൻ ചെയ്യുന്നത്. ഓക്കെ, ഇവിടെ 4 എലമെന്റ്സ് ഉണ്ടെന്ന് വിചാരിക്കുക. ഇവിടെ എലമെന്റ്സ് ഉണ്ട്, എത്രയാണെന്ന് ഞാൻ പറയുന്നില്ല. അങ്ങനെയാണെങ്കിൽ ഈ 4 എലമെന്റ്സിനും ഇവിടെ എന്തുണ്ടാവണം? പ്രീ ഇമേജ് ഉണ്ടാവണം അല്ലെ? പ്രീ ഇമേജ് ഉണ്ടാവണം, അഥവാ ഇൻവേഴ്സ് ഇമേജ് ഉണ്ടായിരിക്കണം അല്ലെ? അതായത് തിരിച്ചാണ് നമ്മൾ എങ്ങനെയാ നോക്കുക? ഫൈ എന്നുള്ളത് ഇപ്പൊ ഇവിടെ ഒരു എലമെന്റ്, അതിന്റെ ഇമേജ് ആയിട്ട് ഇത് വന്നിരിക്കണം. പ്രീ ഇമേജ് ഉണ്ടാവണം എന്ന് വെച്ചാൽ അതിന്റെ അർത്ഥം എന്താ? ഇവിടെയുള്ള എലമെന്റിന് ഇത് ആയിരിക്കും അതിന്റെ ഇമേജ്. ഇവിടെയുള്ള ഈ എലമെന്റിന് ചിലപ്പോൾ ഇതായിരിക്കും ഇമേജ് വരുന്നുണ്ടാവുക അല്ലെ? ഒന്നും കൂടെ വരക്കാം. എക്സ് എന്നുള്ള ഡൊമൈൻ, വൈ എന്നുള്ള കോഡൊമൈൻ, ഫൈ എന്നുള്ളതാണ് ഫംഗ്ഷൻ. ഇവിടെ 4 എലമെന്റ്സ് ഉണ്ട്. അപ്പൊ ഈ 4 എണ്ണത്തിനും ഇവിടെ ഇൻവേഴ്സ് ഇമേജ്, പ്രീ ഇമേജ് ഉണ്ടാവണം എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താണ്? ഇവിടെയുള്ള എലമെന്റ്സിൽ നിന്ന് അല്ലെ ഇങ്ങോട്ടേക്ക് മാപ്പിംഗ് ഉണ്ടാവണം അല്ലെ? ഇവിടെയുള്ള എലമെന്റ്സിൽ നിന്ന് ഇവിടത്തേക്ക് മാപ്പിംഗ് ഉണ്ടാവണം. അങ്ങനെ ആവുമ്പോഴാണ് നമ്മൾ എന്ത് പറയാ? ഇതിനിവിടെ ഇൻവേഴ്സ് ഇമേജ്, പ്രീ ഇമേജ് ഉണ്ട്, ഇതിനും ഉണ്ടെന്ന് പറയാ. അപ്പൊ നോക്കിയേ, വൈനെ സംബന്ധിച്ചിടത്തോളം അവിടെയുള്ള എല്ലാ എലമെന്റ്സിനും പ്രീ ഇമേജ് ഉണ്ടല്ലോ. ഇവിടെ ചിലപ്പോൾ ഇതിലധികം എലമെന്റ്സ് ഉണ്ടാവാം, ഇല്ലാതിരിക്കാം. ഓക്കെ, അപ്പൊ ഇവിടെയുള്ള എല്ലാ എലമെന്റ്സിനും ഇപ്പുറത്ത് പ്രീ ഇമേജ് ഉണ്ട്. അതായത് ഇതിന്റെ റേഞ്ച് എന്ന് പറയുന്നതും കോഡൊമൈൻ എന്ന് പറയുന്നതും ഈക്വൽ ആണ്. കോഡൊമൈൻ വൈ ആണ്, അത് എന്തിന് ഈക്വൽ ആണ്? റേഞ്ച് ഓഫ് ഫൈക്ക് ഈക്വൽ ആണ്, ഫൈയുടെ റേഞ്ചിന് ഈക്വൽ ആണ്. അപ്പോഴാണ് നമ്മൾ എന്ത് പറയാ? ഓൺ ടു എന്ന് പറയാ. അപ്പം ശ്രദ്ധിക്കുക, ഇവിടെ കൂടുതൽ എലമെന്റ്സ് ഇതല്ലാതെ ഏതെങ്കിലും ഒന്നിനെങ്കിലും പ്രീ ഇമേജ് ഇല്ലാതിരുന്നുവെങ്കിൽ അത് ഓൺ ടു ആവില്ല അല്ലെ? അപ്പൊ അങ്ങനെയുള്ള എത്ര ഓൺ ടു ഹോമോമോർഫിസംസ് ഉണ്ട് എന്നാണ് ക്വസ്റ്റ്യൻ. ഈ തരത്തിൽ ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ, അതായത് ZMൽ നിന്ന് ZNലേക്ക് എത്ര നമ്പർ ഓഫ് ഓൺ ടു ഹോമോമോർഫിസംസ് ഡിഫൈൻ ചെയ്യാൻ വേണ്ടി പറ്റുമെന്ന് നിങ്ങളോട് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ നോക്കേണ്ട കാര്യം ആദ്യം ഇതാണ്. അതായത് ഈ കോഡൊമൈന്റെ ഓർഡർ എത്രയാണ്? N അല്ലേ? ഡൊമൈന്റെ ഓർഡർ എത്രയാണ്? M അല്ലേ? അപ്പൊ N ഡിവൈഡ്സ് M ആയിരിക്കണം. എന്തായിരിക്കണം? N ഡിവൈഡ്സ് M ആയിരിക്കണം. അങ്ങനെയാണെങ്കിൽ അവിടെ എത്ര നമ്പർ ഓഫ് ഓൺ ടു ഹോമോമോർഫിസം ഉണ്ട് എന്നതിന് ആൻസർ ഫൈ ഓഫ് N ആയിരിക്കും. ഓക്കെ, ഇൻ കേസ് N ഡസ് നോട്ട് ഡിവൈഡ്സ് M ആണെങ്കിൽ അവിടെ എന്തുണ്ടാവില്ല? എന്ത് എക്സിസ്റ്റ് ചെയ്യില്ല? ഓൺ ടു ഹോമോമോർഫിസംസ് എക്സിസ്റ്റ് ചെയ്യില്ല. ഓക്കെ, N ഡസ് നോട്ട് ഡിവൈഡ്സ് M ആണെങ്കിൽ ഓൺ ടു ഹോമോമോർഫിസം എക്സിസ്റ്റ് ചെയ്യില്ല. അതല്ലാതെ N ഡിവൈഡ്സ് M ആണെങ്കിൽ നിങ്ങൾക്ക് എന്ത് പറയാം? അവിടെ നമ്പർ ഓഫ് ഓൺ ടു ഹോമോമോർഫിസംസ് ഫൈ ഓഫ് N, ഓയിലർ-ടോഷ്യൻ ഫംഗ്ഷൻ നമ്മൾ ഇതിനു മുമ്പേ പറഞ്ഞിട്ടുണ്ട് അല്ലെ? അപ്പോ ആ ഒരു ഫൈ ഓഫ് N എന്നുള്ള ആ ഒരു ഫംഗ്ഷന്റെ ആ വാല്യൂ കണ്ടുപിടിച്ചാൽ നമ്പർ ഓഫ് ഓൺ ടു ഹോമോമോർഫിസം കിട്ടും. ചെറിയൊരു എക്സാമ്പിൾ പറയാം. Z20ൽ നിന്ന് Z10ലേക്കാണെങ്കിൽ എത്ര നമ്പർ ഓഫ് ഓൺ ടു ഹോമോമോർഫിസം ഡിഫൈൻ ചെയ്യാൻ വേണ്ടി പറ്റും? അപ്പൊ Nന്റെ സ്ഥാനത്ത് 10 അല്ലേ? 10 ഡിവൈഡ്സ് 20 അല്ലേ? Mന്റെ സ്ഥാനത്ത് 20 ആണ്. 10 ഡിവൈഡ്സ് 20 ആയതുകൊണ്ട് തന്നെ അവിടെ ഓൺ ടു ഹോമോമോർഫിസംസ് എക്സിസ്റ്റ് ചെയ്യും. അതിന്റെ എണ്ണം എത്രയാണെന്ന് ചോദിച്ചാൽ നിങ്ങൾ എന്ത് കണ്ടാൽ മതി? ഫൈ ഓഫ് 10 കണ്ടാൽ മതി. അപ്പൊ ഫൈ ഓഫ് 10ന്റെ വാല്യൂ കണ്ടുപിടിക്കുന്നതൊക്കെ ഞാൻ ഇതിനു മുമ്പ് വീഡിയോ ചെയ്തിട്ടുണ്ട്. അപ്പൊ അത് നിങ്ങൾ കൃത്യമായിട്ട് നോക്കുക. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമന്റ് ചെയ്യുക. ഓക്കെ അല്ലേ? അപ്പൊ ഫൈ ഓഫ് 10ന്റെ വാല്യൂ എത്രയാണ്? അതാണ് എന്ത്? ഓൺ ടു ഹോമോമോർഫിസത്തിന്റെ എണ്ണം. ക്ലിയർ ആണല്ലോ? അങ്ങനെയാണെങ്കിൽ ഈ കേസിൽ ഹൗ മെനി ഓൺ ടു ഹോമോമോർഫിസംസ് ആർ ദർ ഫ്രം Z12 to
സെറ്റ് 6. ഇവിടെ നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാൻ വേണ്ടി പറ്റും? ഇവിടെ n-ന്റെ സ്ഥാനത്ത് 6 ആണ്, m-ന്റെ സ്ഥാനത്ത് 12 ആണ്. 6 ഡിവൈഡ്സ് 12 അല്ലേ? 6 ഡിവൈഡ്സ് 12 ആണ് എന്താണ് ഓൺടു ഹോമോമോർഫിസംസ് എക്സിസ്റ്റ് ചെയ്യും. അപ്പൊ നമ്മൾ എന്ത് കണ്ടാ മതി? 5 of 6ന്റെ വാല്യൂ കണ്ടാ പോരെ? മതി. അപ്പൊ 5 of 6ന്റെ വാല്യൂ നോക്കാം. 5 of 6ന്റെ വാല്യൂ എന്ത് വരും? 6ന്റെ പ്രൈം ഫാക്ടറൈസേഷൻ 2 into 3 അല്ലേ? ആണ്. അപ്പോ 6 into 1 minus 1 by P1 പ്രൈം നമ്പർ ആദ്യത്തത് 2 എടുക്കാം. ഓക്കെ, 1 minus 1 by 2 into 1 minus 1 by 3 ആണ് അടുത്ത പ്രൈം. 2 പ്രൈം നമ്പേഴ്സ് അല്ലേ ഉള്ളൂ. അപ്പൊ അവിടെ സ്റ്റോപ്പ് ചെയ്യാം. ഇനി മൂന്നാമത്തെ ഒരു പ്രൈം നമ്പർ ഉണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? 1 minus 1 by ആ മൂന്നാമത്തെ പ്രൈം നമ്പർ P3 അവിടെ കൊടുക്കണം. ഓക്കെ, അപ്പൊ ഈക്വൽ ടു 6 into ക്രോസ് മൾട്ടിപ്ലൈ ചെയ്താല് 1 by 2 തന്നെ കിട്ടും. ഇവിടെ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്താല് 2 by 3 എന്ന് കിട്ടും. 2 into 3 6 ആണ്. 6 ആ താഴെയുള്ള 6 വെട്ടിപ്പോവും. 1 into 2 2 ആണ്. അപ്പോ നമ്പർ ഓഫ് ഓൺടു ഹോമോമോർഫിസം ഡിഫൈൻ ചെയ്യാൻ വേണ്ടി പറ്റുന്നത് എത്രയാണ്? 2 ആണ്. എന്നാല് അടുത്ത പ്രോബ്ലം നോക്കിയേ. ഈ പ്രോബ്ലത്തിലാണ് എന്ത് ഓൺടു ഹോമോമോർഫിസം നിങ്ങളോട് കണ്ടുപിടിക്കാൻ വേണ്ടി പറയുന്നതെങ്കിൽ ഹൗ മെനി ഓൺടു ഹോമോമോർഫിസംസ് ആർ ദർ ഫ്രം Z8 to Z12. അപ്പൊ n-ന്റെ സ്ഥാനത്ത് എന്താണ്? 12 ആണ്. m-ന്റെ സ്ഥാനത്ത് എന്താണ്? 8 ആണ്. അപ്പൊ നോക്ക്, n ഡിവൈഡ്സ് m കിട്ടിയെങ്കിൽ മാത്രമേ അവിടെ 5 of n എണ്ണം ഓൺടു ഹോമോമോർഫിസം ഉണ്ട് എന്ന് നമുക്ക് പറയാൻ വേണ്ടി പറ്റുള്ളൂ. n ഡസ് നോട്ട് ഡിവൈഡ്സ് m ആണെങ്കിൽ അവിടെ ഹോമോമോർഫിസം ഓൺടു ഹോമോമോർഫിസം എന്നല്ല, ഓൺടു ഹോമോമോർഫിസം എക്സിസ്റ്റ് ചെയ്യില്ല. ഹോമോമോർഫിസം എക്സിസ്റ്റ് ചെയ്യുന്നുള്ളതാണ് നമ്മുടെ നേരത്തെ ക്വസ്റ്റ്യൻ, അത് നമ്മൾ സോൾവ് ചെയ്തതാണ്. ഇപ്പൊ ചോദിക്കുന്നത് എന്താ? ഓൺടു ഹോമോമോർഫിസം ആണ്. ഓക്കെ, അപ്പോ n ഡസ് നോട്ട് ഡിവൈഡ്സ് m അല്ലേ? നോക്കിയേ, 12 ഡസ് നോട്ട് ഡിവൈഡ്സ് 8 അല്ലേ? കാരണം എന്താ? ന്യൂമറേറ്ററിലാണ് വലിയ ചെറിയ നമ്പർ വന്നിട്ടുള്ളത് അല്ലെ, ഡിനോമിനേറ്ററിൽ വലിയ നമ്പറും ഒരു പ്രോപ്പർ ഫ്രാക്ഷൻ പോലെയാണ് അത്. അപ്പൊ നമുക്ക് പൂർണ്ണമായിട്ടും ഡിവൈഡ് ചെയ്യാൻ വേണ്ടി പറ്റില്ല. ഇതിന്റെ അർത്ഥം എന്താ? ഓൺടു ഹോമോമോർഫിസം എക്സിസ്റ്റ് ചെയ്യുന്നില്ല. അപ്പൊ ഓപ്ഷൻ ഡി എന്തുണ്ടാവും? നൺ ഓഫ് ദീസ് അല്ലെങ്കിൽ ഡസ് നോട്ട് എക്സിസ്റ്റ് എന്നുണ്ടാവും. ഓക്കെ, അപ്പൊ ഡസ് നോട്ട് എക്സിസ്റ്റ് എന്നുള്ളതാണ് നമ്മൾ ടിക്ക് ചെയ്യേണ്ടത്. ഓക്കെ ആണല്ലോ. അപ്പൊ നമ്പർ ഓഫ് ഹോമോമോർഫിസംസ് ചോദിക്കാം, നമ്പർ ഓഫ് ഓൺടു ഹോമോമോർഫിസംസ് ചോദിക്കാം, ഇനി നമ്പർ ഓഫ് 1 ഹോമോമോർഫിസം ചോദിക്കാം. അത് ഇന്ന് ഞാൻ ഡിസ്കസ് ചെയ്യുന്നില്ല. നിങ്ങൾ തന്നെ ഒന്ന് നോക്കുക, സ്വന്തം പഠിക്കാൻ വേണ്ടി ശ്രമിക്കുക. 1 ഹോമോമോർഫിസം അതിന്റെ എണ്ണം എങ്ങനെയാണ് കാണുന്നതെന്നുള്ളത്. അങ്ങനെയും ക്വസ്റ്റ്യൻ വരാറുണ്ട്. ഓക്കെ, അതും ഇമ്പോർട്ടന്റ് ആണ്. അപ്പോ ഇനി ഞാൻ ആദ്യം സൂചിപ്പിച്ചതാണ് നിങ്ങളോട്, എന്താണ് നമ്മുടെ CC നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരു മെഗാ ഓഫർ ഒരുക്കിയിട്ടുണ്ട്. എന്താണ്? ജൂൺ 30 മുമ്പായിട്ട് നമ്മുടെ 30 ഡേയ്സ് ബാച്ചിലേക്ക് ജോയിൻ ചെയ്യുന്ന കുട്ടികൾക്ക് 2027 വരെ നിങ്ങൾക്ക് ജനറൽ പേപ്പർ ഫ്രീ ആയിട്ട് പഠിക്കാൻ വേണ്ടി പറ്റും, കണ്ടിന്യൂ ചെയ്ത് പഠിക്കാൻ വേണ്ടി പറ്റും. അപ്പൊ ഓർക്കുക, ജൂൺ 30 മുമ്പായിട്ട് നമ്മളെ 30 ഡേയ്സ് ബാച്ചിൽ ജോയിൻ ചെയ്യുകയാണെങ്കിൽ അപ്പൊ നിങ്ങൾക്ക് ഇതിന്റെ ഡീറ്റെയിൽസ് അറിയണമെങ്കിൽ ഈ കാണുന്ന നമ്പറിൽ വിളിക്കാം, 9746455514. അപ്പോൾ ഒട്ടും വൈകിക്കാൻ വേണ്ടി പാടില്ല. നിങ്ങൾക്കറിയാം ഇനി ജൂലൈ മാത്രമാണ് നമ്മുടെ മുമ്പിലുള്ളത്. ആ ദിവസം കൊണ്ട് നിങ്ങൾക്ക് എല്ലാം പഠിപ്പിച്ചു തരും നമ്മുടെ CC, ഞാൻ ഉൾപ്പെടെയുള്ള ടീച്ചേഴ്സ് നിങ്ങൾക്ക് പഠിപ്പിച്ചു തരുന്നതാണ്. അപ്പൊ ഓഗസ്റ്റ് 2 എക്സാം ആണ്, മറക്കണ്ട. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. താങ്ക് യു.